നടൻ ടിനി ടോമിനെതിരായ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സമിതി വേണമെന്ന അൻസിബയുടെ ആവശ്യം താരസംഘടനയായ അമ്മ പരിഗണിച്ചേക്കില്ല. പരാതി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പരിഗണിക്കും. അൻസിബയുടെ ആവശ്യത്തിന് വഴങ്ങേണ്ടതില്ലെന്നാണ് ഭൂരിഭാഗം ഭാരവാഹികളുടെയും അഭിപ്രായം. ഷിന മാർട്ടിൻ വിവരങ്ങൾ നൽകും. ഷിന, അൻസിബയെ കേൾക്കാൻ അമ്മ തയ്യാറായെങ്കിൽ പോലും അൻസിബ ഉന്നയിച്ച ഒരു പ്രത്യേക കമ്മിറ്റി വേണം, രമേശ് പിഷാരടി അടക്കം ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെ അത്തരം ആവശ്യങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാട്, പക്ഷെ അൻസിബയെ കേൾക്കുക മാത്രം ചെയ്യാമെന്നുള്ളൊരു നിലപാടിലേക്കാണോ അമ്മ എത്തുന്നത്? തീർച്ചയായും ദിൽസി, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. അതായത് പ്രത്യേകമായൊരു സമിതി രൂപീകരിച്ച് അൻസിബയെ കേൾക്കേണ്ടതില്ല, അതിനുള്ള ഒരു പണം മുടക്കാൻ ഇതിനില്ല, അതിനുള്ളൊരു പണത്തിനായി അമ്മയിലില്ല എന്നുള്ള രീതി തന്നെയാണ് അമ്മ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഇന്നലെയായിരുന്നു അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നടന്നത്. ആ കമ്മിറ്റി യോഗത്തിൽ ഭൂരിഭാഗം കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ അൻസിബയെ കേൾക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സമിതി വേണ്ട, കാരണം രൂപീകരിച്ചിട്ടുള്ള സമിതിയുണ്ട്, ആ സമിതിയിൽ കേട്ടാൽ മതി എന്നുള്ളതായിരുന്നു. പക്ഷേ അൻസിബയുടെ ആവശ്യം ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന കുക്കു പരമേശ്വരനും അതുപോലെ തന്നെ പ്രസിഡന്റ് ശ്വേതാ മേനോനും മാറി നിന്ന്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയി നിന്ന് തന്നെ കേൾക്കണം, ഒരു പ്രത്യേക സമിതി രൂപീകരിക്കണം. അത് രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ മാലാ പാർവതി, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ നിഷ്പക്ഷമായി പെരുമാറുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അവരുടെ അംഗങ്ങളെ മാത്രം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സമിതി രൂപീകരിക്കണം. ആ സമിതി തന്നെ കേൾക്കണം എന്നുള്ളതായിരുന്നു പ്രധാനമായും അൻസിബ അമ്മയിൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം. പക്ഷേ ആ കാര്യം അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഓരോ പ്രശ്നം വരുമ്പോഴും ഇത്തരത്തിലൊരു സമിതി രൂപീകരിക്കാനും, ഓരോ പ്രശ്നം വരുമ്പോഴും ഒരു പ്രത്യേക ആളുകളെ കേൾക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്നതിനും അമ്മയ്ക്ക് താല്പര്യമില്ല. അത് അമ്മയുടെ ശീലമല്ല. അങ്ങനെ ഒരു നിയമം അമ്മയിലില്ല എന്നുള്ള ആ ഒരു പ്രസ്താവനയിൽ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുകയാണ് അമ്മ നേതൃത്വം. അങ്ങനെ വരുമ്പോഴാണ് ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തുടരുക തന്നെയാണ്. ഇന്നും അൻസിബയുടെ ആവശ്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണന ഉണ്ടാകുമോ എന്നുള്ളത് പറയണം. പക്ഷെ എന്നാൽ ഇതൊന്നും അൻസിബയെ നേരിട്ട് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസം അൻസിബ ഹാജരാവണം. അൻസിബയെ കേൾക്കാൻ അമ്മ നേതൃത്വം തയ്യാറാണ് എന്നാണ് അൻസിബയെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് പറ്റില്ല. 1-ാം തീയതിയിൽ ഒന്നുകിൽ 1-ാം തീയതി ഹാജരാകാം, അതല്ലെങ്കിൽ 7-ാം തീയതിക്ക് ഹാജരാകാം. പക്ഷേ അമ്മയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് മുന്നിൽ ഹാജരാകില്ല എന്നുള്ളതാണ് നിലവിൽ അൻസിബ കൊടുത്തിട്ടുള്ള മറുപടി.